തീർച്ചയായും പ്രധാനമന്ത്രി ആയിരിക്കെ ധനമന്ത്രി ആയിരിക്കെ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ ധനകാര്യ മേഖലയിൽ ചെയ്ത സേവനങ്ങളെ അദ്ദേഹം നിർവഹിച്ച കാര്യങ്ങളെ ഒരു കാരണവശാലും ഞാൻ എഴുത്തിക്കാട്ടുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ LPG എന്ന് പറഞ്ഞ ലിബറലൈസേഷന്റെ ഒരു കാലഘട്ടം, ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും കാലഘട്ടം നമ്മുടെ രാജ്യം മാത്രമല്ല ലോക രാജ്യങ്ങൾ മുഴുവൻ അനുഭവിച്ചിരുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു അദ്ദേഹം ധനമന്ത്രിയായിരുന്നത്. അത് വേറൊരു ഭാഗം. അദ്ദേഹത്തിനെ പിക്ക് ചെയ്ത നരസിംഹറാവു എന്ന് പറയുന്ന ആ മനുഷ്യന്റെ തലച്ചോറിനെയും നമ്മൾ ബഹുമാനിക്കേണ്ടത്, ആ പ്രധാനമന്ത്രിയുടെയും. മൂന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രിയായിരിക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കണം. പ്രധാനമന്ത്രിയായിരിക്കെ ഡോക്ടർ മൻമോഹൻ സിംഗ് അനുഭവിച്ച രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദങ്ങൾ, അതിന്റെ ഭരണപരമായ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ച കാര്യങ്ങൾക്ക് ചില നിറം മങ്ങലുകൾ ഉണ്ടാക്കിയുള്ളത് സത്യം തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം ആദ്യം പറഞ്ഞ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സർക്കാരിന്റെ പരസ്യങ്ങളിൽ പോലും എന്റെ ചിത്രം അച്ചടിക്കാൻ പാടില്ല, അത് വേണ്ട എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളൊക്കെ ആവശ്യം തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ ഇനിഷ്യേറ്റീവിൽ നടക്കുന്ന കാര്യങ്ങൾ സർക്കാർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ പ്രധാനമന്ത്രി ആകുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന സോണിയാഗാന്ധി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദങ്ങൾ അതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹം സ്വയം നിഷ്ക്രമിക്കുകയാണ് ചെയ്തത്. ഒന്ന്. രണ്ടാമത്, എല്ലാ മേഖലയിലും സർക്കാരിന്റെ പരിപാടികൾ പോലും അദ്ദേഹം ഒരു രണ്ടാം നിരയിലാണ് അദ്ദേഹം നിന്നിരുന്നത്. മറ്റാരൊക്കെയോ മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ നിന്നോട്ടെ, എനിക്കതല്ല പ്രശ്നം, എനിക്ക് ഭരണകാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ, രാഷ്ട്രീയം എന്റെ അല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മൂന്നാമത് വേറൊരു കാര്യം അവിടെ ഉള്ളത്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് പോലും ആ തരത്തിലായിരുന്നല്ലോ. നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നു അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിർവഹിക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് അദ്ദേഹം നിഷ്ക്രിയനെന്നോ മൗനിയെന്നോ അദ്ദേഹമുള്ള വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ സന്ദർഭങ്ങളിൽ പോലും അദ്ദേഹം പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ വളരെ പേഴ്സണലായി അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്ത ഘട്ടങ്ങളിൽ അദ്ദേഹം വളരെ കൃത്യമായി അതിനെ ക്ഷോഭിച്ച് തന്നെ മറുപടി പറയുകയും ചെയ്തു. ഉദാഹരണം, LK അദ്വാനിജി അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ നിഷ്ക്രിയനായ പ്രധാനമന്ത്രി എന്ന് വിളിച്ച സമയത്ത് ഞാൻ നിഷ്ക്രിയനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്വാനിക്കെതിരെ നടത്തിയ കർശനമായ ഒരു വിമർശനമുണ്ട്. ആ വിമർശനം അദ്വാനിയുടേതല്ലാതിരുന്ന കാലത്ത് അദ്വാനിയുടേതല്ലാത്ത കുറ്റത്തിന് അദ്വാനിയെ ആരോപിക്കുന്ന ഒരു കാര്യം ഉണ്ടായപ്പോൾ അത് സ്വന്തം കാര്യത്തിലും ബാധകമാണെന്ന് അദ്ദേഹം ഓർമ്മിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, ബാബറി മസ്ജിദിലെ മകുടങ്ങൾ തകർത്തപ്പോഴും നിങ്ങൾ നോക്കി നിന്ന് കരഞ്ഞു നിഷ്ക്രിയാനെന്നതുപോലെ അല്ല, അങ്ങനെ ഒരു നിഷ്ക്രിയത്വമല്ല എനിക്കുള്ളതെന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അന്ന് ആൾക്കൂട്ടം തകർത്ത ആ തർക്കമന്ദിരത്തിന്റെ മകുടം തകർത്തപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം LK അദ്വാനിയിലേക്ക് ചുമത്തുവാൻ വേണ്ടി ഡോക്ടർ മൻമോഹൻ സിംഗ് തയ്യാറായപ്പോൾ, അങ്ങനെയാണെങ്കിൽ കോമൺവെൽത്ത് അഴിമതി, കൽക്കരി കുംഭകോണം, സ്പെക്ട്രം അഴിമതി, ഈ കാര്യങ്ങളിലെല്ലാം സർക്കാർ അഴിമതിയിൽ മുങ്ങി നിന്നപ്പോൾ അതിന്റെ ഉത്തരവാദിത്വവും മൻമോഹൻ സിംഗ് ഏറ്റെടുക്കേണ്ടതാണല്ലോ. അപ്പൊ അതൊന്നും ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹം നിഷ്ക്രിയനായിരുന്നില്ല. നിഷ്ക്രിയത്വം അത് തീരുമാനിച്ചത് അദ്ദേഹം സ്വയം വരിച്ച നിഷ്ക്രിയത്വം ഉണ്ടായിരുന്നു. ആ നിഷ്ക്രിയത്വമാണ് അദ്ദേഹത്തിനെ പ്രധാനമന്ത്രി നിലയിൽ വിമർശന വിധേയനാക്കിയത്. പിന്നെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖലയിലെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ഞാൻ എതിർക്കുന്നില്ല, ഞാൻ തർക്കിക്കുന്നുമില്ല. ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയെ ഭാരതം എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ ഭാരതത്തിന്റെ സാമ്പത്തിക ക്രമം അങ്ങനെ ആയതുകൊണ്ടാണ്, ഒരു കുടുംബ കേന്ദ്രിതമായ ഒരു സാമ്പത്തിക സംവിധാനം ഭാരതത്തിൽ ഉണ്ടായതുകൊണ്ട് കൂടിയാണ് അന്നത്തെ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടറും ആ കാര്യത്തിൽ എന്റെ ഒപ്പം നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ചില കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ ചില പ്രസ്താവനകൾ നടത്തിയതിൽ, അല്ലെങ്കിൽ വിശകലനം നടത്തിയതിൽ, അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയതിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് തെറ്റുപറ്റി. ഡോക്ടർ മേരി ജോർജും അനുകൂലിച്ചിരുന്ന നോട്ട് നിരോധനം എന്ന് പറയുന്നത് അതൊരു മണ്ടത്തരമാണെന്നും അത് ആസൂത്രിതമായ അല്ലെങ്കിൽ നിയമവിധേയമായ കൊള്ളയാണെന്നും ഒക്കെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ആ വിമർശനങ്ങൾക്ക് തെറ്റായിരുന്നു പിൽക്കാലം നമ്മുടെ രാഷ്ട്രീയ ചരിത്രം ബോധ്യപ്പെടുത്തുന്നുണ്ട്, സാമ്പത്തിക ചരിത്രം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖലയിൽ രാഷ്ട്രീയമില്ലാതെ അദ്ദേഹം നടത്തിയ ആക്ടിവിറ്റികൾ, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ശ്ലാഘനീയമാണ്. ഒപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയപരമായി തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലങ്ങളിൽ തീരുമാനം എടുക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ വീഴ്ചയാണ്. എന്നാൽ രാഷ്ട്രീയപരമായി അദ്ദേഹം സാമ്പത്തിക മേഖലയെ വിശകലനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ചെറിയ തോതിലുള്ള തെറ്റുകൾ ഉണ്ടാവുകയും തെറ്റുപറ്റുകയും ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെ.